വഞ്ചിപ്പാട്ട് പഠനകളരിയിൽ പങ്കെടുത്ത കുട്ടികളുടെ വഞ്ചിപ്പാട്ട് സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ആറന്മുള പള്ളിയോട സേവാ സംഘവും ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് വഞ്ചിപ്പാട്ട് പഠനകളരി സംഘടിപ്പിച്ചത്. 2 നാൾ നടന്ന പഠനകളരിയിൽ പമ്പയുടെ ഇരുകരകളിൽ നിന്നുമായി പെൺകുട്ടികൾ ഉൾപ്പെടെ 520 കുട്ടികൾ പങ്കെടുത്തിരുന്നു. 25 വർഷമായി നടന്നുവരുന്ന വഞ്ചിപ്പാട്ട് പഠനകളരിയിൽ പെൺകുട്ടികളുണ്ടെങ്കിലും പള്ളിയോടത്തിൽ കയറാനല്ല, യുവജനോത്സവങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിനാണെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അന്യം നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ പുതിയ തലമുറയ്ക്ക് അത് നല്ലതായി വഴങ്ങുന്നതിനു വേണ്ടിയും കഴിഞ്ഞ 25 വർഷമായിട്ട് കുട്ടികൾക്കായി വഞ്ചിപ്പാട്ട് പഠനകളരി നടത്തുന്ന ഒരു രീതി ആറന്മുള ഉത്രട്ടാതിയോടനുബന്ധിച്ചും അത് കഴിഞ്ഞും അവരത് പാടുന്നതിനും ശീലിപ്പിക്കുന്നതിനുമായിട്ട് പള്ളിയോട സേവാ സംഘം കളരി നടത്തുന്നതാണ്. ഇക്കൊല്ലവും ഏതാണ്ട് 500 കുട്ടികളോളം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവർക്ക് വിവിധ പാട്ടുകൾ പഠിക്കുന്നതിന് ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ വഞ്ചിപ്പാട്ട് കളരി നടത്തുകയും അവരെ ഏകോപിപ്പിച്ച് ഇന്ന് ക്ഷേത്രത്തിൽ വന്ന് അവർ ഭഗവാന്റെ മുമ്പിൽ ആ പാട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പെൺകുട്ടികളടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുന്നത് പള്ളിയോടത്തിൽ കയറാനല്ല, അവർക്ക് സ്കൂളുകളിലോ യുവജനോത്സവങ്ങളിലോ പങ്കെടുക്കുമ്പോഴും മറ്റു ചടങ്ങുകളിലും ഇത് അവതരിപ്പിക്കുന്നതിന് ഇതേ ശൈലിയിൽ ആൺകുട്ടികൾ പാടുന്ന അതേ ശൈലിയിൽ പാടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ അവരുമായിട്ട് മിക്സ് ചെയ്ത് ആൺപെൺ ഭേദമില്ലാതാണ് ഇക്കൊല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രാവിലെ തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലെത്തി കുട്ടികൾ ഭഗവാന് വഞ്ചിപ്പാട്ടുപാടി സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.